നിങ്ങൾ മക്കളുണ്ടാക്കിയത് മൊബൈൽ ഇതാക്കിയാണ്ടോ മൊബൈലുണ്ടോ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഏതായാലും കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിലും പിന്നെ ഇൻസ്റ്റയിലും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുക അല്ലേ. ഞങ്ങളൊരു മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന്, സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഒരുപാട് ആൾക്കാർ നമ്മോട് ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടികളില്ലേ, നിങ്ങൾ എന്താ കുട്ടികളെ നിങ്ങൾ വീഡിയോയിൽ കാണിക്കാത്ത? ഇപ്പോൾ കുറേ കാലമായി കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ കല്യാണം ഏകദേശം 5 വർഷമായിട്ടോ, ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളായിട്ടില്ല. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് മനസ്സിലാവും. എന്നാലും കുട്ടികളുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നമ്മുടെ ലൈഫും അതേമാതിരി നമ്മളെ ഫാമിലിയൊക്കെ നമ്മൾക്ക് വീഡിയോയിൽ കൊണ്ടുവരാറുള്ളതാണ്. പക്ഷെ ചില ആൾക്കാർ അറിയാത്തോണ്ട് ചോദിക്കാണ്. ചില ആൾക്കാരുണ്ട്, ചില വൾഗറായ കമൻറ്റ് ഒരുപാട് പേരുണ്ട്, സങ്കടപ്പെടുത്തണം. കാരണം പറഞ്ഞാൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഓർക്ക് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവും. നമുക്ക് സങ്കടങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചില ആൾക്കാർ ഞങ്ങൾ ആ കമൻറ്റ് കാണിട്ടില്ല. ഞങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റ് ഞങ്ങൾ മറുപടി. ചില കമൻറ്റുകൾക്ക് നല്ല ഞങ്ങൾ കൊടുക്കലുണ്ട്. കാരണം ഇവിടെ തട്ടും ചില കമൻറ്റ്, സങ്കടം വരും ചില കമൻറ്റൊക്കെ കാണുമ്പോൾ. കാരണം ഇപ്പോഴത്തെ ഒരു കമൻറ്റ് എന്താണ്, നിങ്ങൾ കുറച്ച് മൊബൈൽ കളിയും റീൽസൊക്കെ ഒഴിവാക്കി അപ്പം കുട്ടികളുണ്ടാവും. അങ്ങനെ പറഞ്ഞോടൊക്കെ എന്താ പറയണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പറഞ്ഞ വ്യക്തിയോട്, ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ? ആ പറഞ്ഞ വ്യക്തിയോട് നിങ്ങളെ വേണ്ട, ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ മക്കളുണ്ടാക്കിയത് മൊബൈൽ ഇതാക്കിയാണ്ടോ മൊബൈലുണ്ടോ? നിങ്ങൾ ഈ കുത്തി കളിക്കുന്ന മൊബൈൽ മേലല്ലേ? ഞാൻ എത്ര നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെ ഈ അവസ്ഥേനെ പോലെ ഒരു കാര്യം. കാരണം നമ്മളൊരു ഒരു ഫാമിലി ഫംഗ്ഷന് പോയാലും ഇപ്പോൾ ഒരു പുറത്തേക്ക് പോയാലും ചോദിക്കണം ആദ്യം എന്തേ കാര്യം കുട്ടികളായില്ലേ എന്നുള്ളതാണ്. കാരണം നമ്മൾ കല്യാണം പറഞ്ഞല്ലോ, ബാബു പറഞ്ഞ 5 കൊല്ലം നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എന്തൊരു ഫംഗ്ഷൻ. ഇപ്പം എനിക്ക് ആ ഒരു സങ്കടം ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ആൾക്കാർക്ക് തന്നെയല്ലേ നിങ്ങളെന്താ ഡോക്ടറെ കാണിക്കില്ല, ട്രീറ്റ്മെന്റ് എടുക്കില്ല, ആർക്കാ പ്രശ്നം, അനക്കാ പ്രശ്നം, ഓൾഡിക്കും എന്നോട് എനിക്കാ പ്രശ്നം. നമ്മളെ പേഴ്സണൽ കാര്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആക്കിയ പ്രശ്നമുണ്ട്, ഇനിയിപ്പോൾ ഇല്ല. അതില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞോ, അറിയാതെ ചോദിക്കുന്നവർക്കല്ല. ചില ആൾക്കാരുണ്ടല്ലോ ഓൽക്കും വേണ്ടി മാത്രം കേട്ടോ, അറിയാതെ ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് നല്ല പുതിയ ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്, ഓര് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഓരോട് പറയാ, ഇത് കുറെ ആൾക്കാർ കുതിരാക്കി ചോദിക്കുന്നുണ്ട്. കാരണം മക്കളെ നിങ്ങൾ എന്താ വീഡിയോ നിങ്ങൾക്ക് മടിയാണോ? മക്കളെ എന്തൊക്കെ ജോലി ചോദിക്കണത്? എന്തിനാ മക്കളെ കൊണ്ടാ പഠിക്കണത്? നമ്മൾ ഫാമിലി നമ്മളെ ലൈഫും തുറന്ന് കാണിക്കണ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ മക്കളെ കൊണ്ടാ എന്തിനാ നമ്മൾ മടിക്കേണ്ട ആവശ്യമുള്ളത്? മക്കളുണ്ടെങ്കിൽ കാണിക്കും, ഇല്ലാത്തതുകൊണ്ട് കാണിക്കണില്ല, അത്രേ ഉള്ളൂ. നമ്മൾ Q&Aയിലായാലും ഒരു എന്തൊരു വീഡിയോയിലാണെങ്കിലും നമ്മൾ പറയലുണ്ട് നമുക്ക് മക്കളായിട്ടില്ല. ഇതിപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയാലും കുറേ എൻ്റെ കൂട്ടുകാർ കുറേ ആൾക്കാർക്ക് ഇല്ലാത്തുണ്ട്. അതുപോലെ നമ്മളെ ഫാമിലി തന്നെ ഇല്ലാത്തവർക്കുണ്ട്. ഇവർക്കൊക്കെ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവും. മക്കളില്ലാത്തവർക്ക് സത്യം പറയാം അതിൻ്റെ വേദന വിഷമം മനസ്സിലാവുള്ളൂ. ആ ഒരു ചോദിക്കുമ്പോൾ 4 ആൾ കൂടി നിൽക്കുമ്പോൾ ആ ഇടയിൽ നിന്ന് ചോദിക്കുകയാണ് എന്താ മക്കളില്ലാത്ത, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തൂടെ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ആൾക്ക് ഭയങ്കര മനസ്സുഖം കിട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് കേൾക്കുന്ന ആൾക്ക് ഭയങ്കര സങ്കടമാണ്. അതേമാതിരി തന്നെയാണ് ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരോട്. എന്തൊക്കെയാ പറയുന്നത്, നിങ്ങൾക്ക് എന്താ ഇത് നമുക്ക് ഉണ്ടാവില്ല, ഇങ്ങനെ പഠിച്ചവനെ മറന്ന് വീഡിയോ എടുത്ത് നടക്കല്ലേ? ഞാൻ ഇങ്ങനത്തെ കമൻറ്റ് ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് മക്കളില്ല. ഇങ്ങനെ ഇത്തരം വൃത്തികെട്ട് പറഞ്ഞ ആൾക്കാർ നിങ്ങളെ മക്കളെ ഒന്ന് പേട്ടായി പോയ പോരെ? മക്കളിപ്പോൾ ഞങ്ങൾക്ക് മക്കളില്ല, ഉണ്ടായ മക്കളും നശിച്ചു പോയ പോരെ? ഒരു പറയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്തൊക്കെ ഞാൻ കുറേ കമൻറ്റ് ഞാൻ മറന്ന്. പിന്നെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സ് ചിലവർ ഞാൻ ഇപ്പോൾ അടുത്ത ഒരു ആരാ ചോദിച്ചെങ്കിൽ ഓർമ്മയില്ല, എന്നോട് ഒന്നാണ്ട് പറഞ്ഞു കുട്ടികളില്ലേ നിങ്ങളെന്താ കുട്ടികളെ വീഡിയോ കാണിക്കാത്ത ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ നല്ലൊരു മറുപടി കൊടുത്തു. അതിൻ്റെ അടിയിൽ ഓട് തന്നതാണ്. ഞാൻ ഇങ്ങനെ ചോദിച്ചതല്ല, കാണാത്തതുകൊണ്ട് ചോദിച്ചല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളും ഞാനും മാത്രമല്ല ഉള്ളത്. പേഴ്സണലായി വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് റിപ്ലൈ ആനും താനും മാത്രമല്ല. പക്ഷെ അങ്ങനല്ല, കുറേ ആൾക്കാർ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അറിയാതെ ചോദിക്കുന്നുണ്ട്. അത് വിഷയമില്ല, തരണം അവരെ സംശയമാണ്. പക്ഷെ എന്താ പറയാ, ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ വീട്ടിൽ നാലുണ്ടാവും കുട്ടികളില്ല. പുതിയ ആൾക്കാരാണെങ്കിലും നമ്മളിപ്പോൾ കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഓരെന്നെ ചോദിക്കും എന്നൊക്കെ എന്താ ഡോക്ടറെ കാട്ടിക്കൂടെ, ആ ഒരു ഹോസ്പിറ്റലിൽ നല്ലേക്കാരം, ആർക്കാ കേട്, ആർക്കാ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് മറ്റുള്ള കമൻറ്റ് ഇടുന്ന ആൾക്കാരും ഇത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സങ്കടമുണ്ട്. അന്ന് ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കണം അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായി ചോദിച്ചുകൂടെയെന്നാ. അപ്പോൾ നമ്മൾ മാത്രമല്ല അറിയുള്ളൂ. ഇത് എത്ര പേര് കമൻറ്റ് വായിക്കണതാണ്. നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോനെ പറ്റി എന്തും പറയാം, ഞങ്ങൾ എന്തു പറയുന്ന വിഷയമല്ല. പക്ഷേ ഇങ്ങനത്തെ ഇതില്ലാത്തവർക്ക് ഇതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ.
അപ്പോൾ ദയവ് ചെയ്ത് ഇമ്മാതിരി കമൻറ്റ് അടിക്കല്ലേ. അതറിയണോ, അത് നിങ്ങൾക്കും നാളെ ഒരു അനുഭവം ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കല്ലേ നിങ്ങളെ മക്കൾക്കൊക്കെ ഒരു അനുഭവം ഉണ്ടാവും. ഇല്ലാതിരിക്കട്ടെ, ഞാൻ അതാ പറഞ്ഞോളൂ. അതിന്റെ സങ്കടം അനുഭവിക്കണവർക്ക് അറിയുള്ളൂ. ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവർക്കും മക്കളുണ്ടാവട്ടെ, അങ്ങനത്തെ നമ്മൾ ആഗ്രഹിക്കണുള്ളൂ. പക്ഷെ ഈ ഇങ്ങനെ ഇല്ലാത്തവരെ വന്ന് പിന്നെയും പിന്നെയും കുത്തി കുത്തി നോയിപ്പിക്കുമ്പോൾ ഉള്ളിൽ ഓർക്ക് കിട്ടണ സന്തോഷം എന്താണെന്ന് എനിക്കറിയാം. ഞങ്ങളെ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കുക, പല ഓപ്ഷനും യൂട്യൂബിൻ്റെ തരുന്നുണ്ട്. പിന്നെ ചീഞ്ഞ കമൻറ്റ് നിങ്ങൾ തരില്ലേ. നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, അതിന് നിങ്ങൾ വീഡിയോ പോരാ, അത് എന്ത് പറയുള്ളൂ, ഞങ്ങൾക്കൊരു വിഷയവും ഇല്ല. ചിലര് പ്രാഗൊക്കെ ചെയ്യണത്. നിങ്ങളിങ്ങനെ അയിഞ്ഞാടി നടന്നോളി, നിങ്ങൾക്കൊക്കെ മക്കളില്ലാതിരിക്കും. എന്തിനാ മക്കള് എന്തൊക്കെയോ ചോദ്യം. ഈ വീഡിയോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മൊബൈലും പൊടിച്ച് യൂട്യൂബും ഇനിയിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ഇത് കണ്ടു കുത്തിരിക്കുന്ന ആൾക്കാരല്ലേ. ഇതൊക്കെ വലിയ നല്ലതാ. നിങ്ങൾക്ക് വീഡിയോ എടുക്കണ മാത്രമേ തെറ്റുള്ളൂ, ഇത് കാണാം. എന്ത് മനുഷ്യന്മാരാ നിങ്ങളൊക്കെ, ചന്ദ്രനുണ്ടായ ആൾക്കാരാ. പിന്നെ കുട്ടി ഉണ്ടാവുകയാണെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ പബ്ലിക്കായിട്ട് പറയും. കുട്ടി ഉണ്ടായ അതിൻ്റെ സന്തോഷം. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ലൈഫ് വ്ളോഗേഴ്സാണ്, അല്ലെ ലൈഫ് ഡെയിലി വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേഷൻ കുട്ടി ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പബ്ലിക്കായിട്ട് പറയാം, നമുക്കൊരു പ്രശ്നമുള്ളതല്ല. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ പറയും. ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്നവരോട് പറയുന്നുണ്ട്, കാണാത്തവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാണുന്നവരോടാണ് പറയുന്നത്. ഈ കമൻറ്റ് ബോക്സിൽ വന്നാണ്ട് മക്കളില്ലേ പുതിയ, അല്ലെങ്കിൽ ഇന്ന ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ കൊണ്ടുപോയി കാണിക്കുക, അല്ലെങ്കിൽ ബാബുവിനാണോ താത്താക്കാണോ കേട്, ഇമ്മായത്തെ ചോദ്യങ്ങളൊന്നും ദയവ് ഇത് നിങ്ങൾ ചോദിക്കാതിരിക്കുക കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട്. നമുക്ക് സന്തോഷം വരെ ഒരു കാര്യങ്ങൾ ചോദിക്കണില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ അനുഭവം ഈ അവസ്ഥയിലൂടെ കടന്നു പോകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി ജസ്റ്റ് ചോദിച്ചു നോക്കുക. അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല. എനിക്കറിയാം, പലരും എനിക്കറിയാം അങ്ങനത്തെ ആൾക്കാർ. അങ്ങനല്ല. അത് നല്ലൊരു കമന്റ്, ഇതേമാതിരി ഒരു വൾഗർ കമന്റ് ഉണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ ഒരു പെണ്ണ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ എഴുതിയുള്ളൂ, എനിക്ക് ഇതേമാതിരിയുള്ള അവസ്ഥയിലുണ്ട്, നിങ്ങൾ എന്തിനാ അങ്ങനെ ചോദിച്ചാൽ മനസ്സിലാവുന്നത്. അതും വേണം പറയാ. നമ്മളുടെ കമന്റ് ഇതേമാതിരി കുട്ടികളുണ്ടോ ചോദിക്കുമ്പോൾ നമ്മളെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഓര് വന്ന് ഓർക്ക് കുട്ടികളുണ്ടോ ഇല്ലയോ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കുറേ ഉണ്ട്. കുറേയൊക്കെ നമ്മൾ കമൻറ്റിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നുമ്പോൾ ഞാനൊക്കെ ചില ടൈമിൽ കമൻ്റ് എടുത്ത് നോക്കാം. അപ്പോൾ എനിക്ക് ചില സങ്കടം വന്നു കഴിഞ്ഞാൽ ബാബു കാണണ്ടെന്ന് വിചാരിച്ച് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ നമ്മൾ കുറേ ഡിലീറ്റ് ചെയ്ത്. അതായത് ഈ മക്കളുണ്ടെന്നില്ല, നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്ന നിങ്ങൾക്ക് വേറെ നോക്കിക്കൂടെ, എത്തൊക്കെ പറയാ. അപ്പം ഞങ്ങൾ ഇതിനെ പറ്റി ഇനി കൂടുതൽ പറയണില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ദയവ് ചെയ്ത് ഇതുപോലത്തെ വീഡിയോ പറ്റി എന്തെങ്കിലും പറഞ്ഞോളൂ. വൾഗറായിട്ട് ഇതുപോലുള്ള കമന്റ് നിങ്ങൾ തരരുത്. ഇതിപ്പോ ഇത് നല്ലട്ടാ, സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്. ഈ ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.